നിങ്ങൾ നടന്നോ, ഞാൻ വന്നേക്കാം. മൃഗേട്ടാ, മൃഗേട്ടാ, ഞാൻ ഇച്ചിരി വെള്ളം എടുത്തിട്ട് വരാം. ഒരു ബാഗ് ചേർത്തിക്കതാ. ചരക്ക് കൊള്ളാമല്ലോട് അബ്ദു. നാടകത്തിന് മുടക്കിയ കാശ് ഇപ്പോഴാ മുതലായത്. അവനെ കണ്ടിട്ട് ഒരു 5-6 കുപ്പി വിഴുങ്ങുന്ന ലക്ഷണം ഉണ്ടല്ലോ. അതുപോട്ട് കാര്യം നടക്കുവാടാ. ഇതിത്ര ചോദിക്കാൻ എന്തിരിക്കുന്നു കൊച്ചമുലാളി? അവളെ കണ്ടിട്ടേ അധികം ഓടിയ ലക്ഷണമില്ല. അബ്ദുവേ, എന്ത് വന്നാലും ഈ കേസ് കയ്യിൽ നിന്ന് പോകരുത്. ഞാൻ പറയുന്ന പോലെ നീ അങ്ങ് ചെയ്തേച്ചാ മതി. വാ. ഓ, എനിക്ക് ഒരു വല്ലാത്ത വിമ്മിട്ടം, തല പെരുക്കുന്നത് പോലെ. നേരത്തെ വയറിനാന്ന് പറഞ്ഞിട്ട്? വയറിനും ഉണ്ട്, അത് മേലോട്ട് കരുതാ. ഒന്ന് മയങ്ങിയ ശരിയാവും. വണ്ടി കിടന്നാ ഞാൻ തെളിച്ചോളാം. അല്ല, അത് വണ്ടി കിടന്ന ഈ കുടുക്കം കൊണ്ട് ശരിക്കും ഉറങ്ങാൻ പറ്റത്തില്ല. ചേട്ടൻ വണ്ടി കിടന്ന് സുഖമായിട്ട് ഉറങ്ങാറില്ലേ പതിവ്? അത് മേലുവേദന ഇല്ലാത്തപ്പോ. മേലുവേദന? തലയും വയറും ഒക്കെ ചേരുന്നതാണല്ലോ മേലെ. ചേട്ടൻ വണ്ടി കിടക്ക, നമുക്ക് ഉച്ചയോണ് കഴിഞ്ഞ് പുറപ്പെടാം. അല്ല, അതെ, പിന്നെ നീ ഇവിടുത്തെ മീനാക്ഷി അമ്പലത്തിൽ പോയിട്ടുണ്ടോ? ഞാൻ വന്നിട്ടില്ല. പ്രസിദ്ധമാ. എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു. നേർച്ച? 5-6 കൊല്ലം മുമ്പ് ഒരു തീരാ തലവേദന വന്നപ്പോ ഞാൻ നേർന്നതാ. ദീപാരാധന കുളിച്ചോടാന്ന്. ഈ മേലുവേദനയും വെച്ചോണ്ട് ദീപാരാധന കുളിച്ചോടാൻ നിൽക്കണ്ട, നമുക്ക് പിന്നെ ഒരിക്കൽ വരാം. മാസം വരുന്നില്ലയോ? അല്ല, ഈ ഗണപതി കല്യാണം പോലെ നാളെ നീളെന്ന് പറഞ്ഞ് നീളം നോക്കിട്ട് നാള് പറയായി. ഇനി അത് വെച്ച് നീട്ടുന്നില്ല. ഒരുപക്ഷെ ഭഗവതി വേദനിപ്പിച്ച് ഓർമ്മിപ്പിച്ചതാണെങ്കിലോ? വിളിച്ചാ വിളിയേക്കുന്ന ശക്തിയാ, പരീക്ഷിക്കരുത്. ഏതായാലും അതൊക്കെ നടത്തിക്കളയാം തീരുമാനിച്ചു. അമ്മേ ഭഗവതി. അമ്മേ മഹാമായി. നേർച്ച മേലുവേദന കഴിഞ്ഞല്ലോ. ഇപ്പൊ പുറപ്പെട്ട ഉച്ചക്കെങ്കിലും എത്തും. പോവാം. നിനക്ക് ബോണ്ട വേണം? വേണ്ട, പോവാം. നീ നാടകം കണ്ടിട്ടുണ്ടോ? ചെറുതല്ലേ കണ്ടു. അതുപോലൊന്നും അല്ല ഇപ്പോഴത്തെ നാടകം. മുഴുവൻ ടെക്നിക്കാ. ഞാനും കണ്ടിട്ട് കുറെ കാലമായി. ഇന്ന് ഇവന്മാരുടെ ടെക്നിക്ക് ഒന്ന് കാണണം. നിന്നെ അതെ, നാടകം വാങ്ങാത്തൊന്നും വേണ്ട, നമുക്ക് പോഞ്ഞേട്ടാ. ഇങ്ങനെ എന്താ പറ്റി? കൃഷി കച്ചവടം, കച്ചവടം കൃഷി, ചന്ത വീട്, വീട് ചന്ത, കള്ളുകൂടി, തല്ലുകൊള്ളൽ, ബോധം കെടൽ, ഇതൊക്കെയാണല്ലോ പതിവായിട്ട് നടക്കുന്നത്. വല്ലപ്പോഴും ഒരു മാറ്റം വേണ്ടേ? ഇന്ന് ഏതായാലും ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം തീരുമാനിച്ചു. ൂലേ
മണിത്തുമ്പി. പൊൻവീണമീട്ടി എൻ മോഹമിനിയും പാടുമ്പോൾ അമ്മാവാ സ്വർഗമാണ് മുതലാളി. ഇത് സ്വർഗമാണ് മുതലാളി. മുതലാളി സ്വർഗം. മുതലാളിയുടെ കാല് സ്വർഗമാണ് മുതലാളി. இரண்டு ஜீவன்கள் பட்டினியாக இருக்கிறது என்கிறாயே. എന്താ ഇത്? വേഷം മാറുന്ന സ്ഥലം അറിഞ്ഞൂടെ? എല്ലാം അറിയാം മോളെ. ധൃതി പിടിച്ചൊന്നും മാറണ്ട. അടുത്ത സീൻ കുറച്ച് പതുക്കെ തുടങ്ങിയാ മതി. ഈ മീനാക്ഷിപുരത്തെ എന്റെ സൗകര്യത്തിനാ കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങൾ ഇറങ്ങി പോകുന്നുണ്ടോ? അതെങ്ങനെ പോവും? ഞാൻ ഈ നാട്ടിൽ ഡാൻസും നാടകവും ഒക്കെ നടത്തുന്നതേ കലയെ ഉദ്ധരിക്കാനൊന്നുമല്ല. ആകെയുള്ള ലാഭം നിന്നെ പോലെ വല്ലതും കൈ വന്ന് വീഴുന്നതാ. കാശ് വല്ലതും വേണമെങ്കിൽ പറ, വെറുതെ സാവിത്രി ചമയാതെ. നിങ്ങൾ ഇറങ്ങി പോയില്ലെങ്കിൽ ഞാൻ ബഹളം വെക്കും. ഇതൊക്കെ സ്ഥിരം നാടക ഡയലോഗല്ലേ. ഡിമാൻഡ് കൂട്ടാതെ പെണ്ണെ, നീ വാ. ഇവിടെ ആട്ടോ മാട്ടൊന്നും വേണ്ട. കാണിക്കുന്നോളൂ. സാറവിടത്തുകാരനാ? അത് തനിക്കറിയേണ്ട കാര്യം എന്തുവാ? എല്ലാരും കേറി വാ, പോ.
അമ്മച്ചി ഇതേത് സ്ഥലം? അമ്മച്ചി ഈ ശ്രീഹള്ളിയിലോട്ടുള്ള വഴി ഏത്? അമ്മച്ചി മിണ്ടൂല്ലേ? ശ്രീഹള്ളിയിലോട്ടുള്ള വഴി ഏത്? വഴി ഏത് അമ്മച്ചി? അയ്യാ രാസകുമാരിയുടെ സയനം കണ്ടേ. എണീക്കേ ദൈവമേ, ഏത് ഗതികെട്ടനെ ശകനം കണ്ടോണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്. കണ്ട കുരുത്തക്കട കാണിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? യോ തമ്പ്രാൻ ചേട്ടൻ എവിടെ? തമ്പ്രാൻ ചേട്ടാ പൊട്ടി നിന്നോടാ ചോദിച്ചാ തമ്പ്രാൻ ചേട്ടൻ എവിടെ നിന്ന്? എനിക്ക് അറിഞ്ഞൂടാ. നീയല്ലേ പറഞ്ഞ എല്ലാരും കയറിയെന്ന്? എനിക്ക് ഓർമ്മയില്ല. നീ എന്താ കള്ളു കുടിച്ചിരുന്നോ? ഓർമ്മയില്ല പോലും. ദൈവമേ, അങ്ങേരെ അവന്മാരെല്ലാം കൂടെ തല്ലിക്കൊന്നും. ദൈവത്തിലാണ് തമ്പ്രാൻ ചേട്ടൻ എന്തെങ്കിലും പറ്റിയത് നിന്നെ വലിച്ചു കയറി അടുപ്പത്ത് വെക്കും ഞാൻ. അങ്ങനെ കയറാത്തിന് ഞാൻ എന്തോ ചെയ്യണം? നീ ഇങ്ങോട്ടിറങ്ങി തലകുത്തിക്കടി. പിന്നെ എന്റെ തലയ്ക്ക് ഓളല്ലേ കാട്ടുവഴിയിൽ ഇറങ്ങി തലയും കുത്തി. അപ്പൊ നിനക്ക് അറിയാല്ലേ കാട്ടുവഴിയാണെന്ന്? ഇവിടെ എന്തിനാ വന്നത്? ഇവിടെ വന്നതാ. ഇരുട്ട് വഴി കൂടെ മരണപ്രാളം പിടിച്ച് ഓടിയപ്പം നിന്റെ അപ്പനാണല്ലോ ചൂട്ടും പിടിച്ച് ഫ്രണ്ട് ഓടിയത്. വഴി കാണിച്ചേരെ. കുറച്ചുകൂടെ അന്തസ്സായിട്ട് സംസാരിച്ചൂടെ? സൗകര്യല്ലടി ആട്ടക്കാരി, കഴിഞ്ഞാട്ടക്കാരി. കൂടുതൽ അഭ്യാസം എന്റെ അടുത്ത് കാണിച്ചാണ്ടില്ല. ഞാൻ നല്ല പുളിച്ച തെറി വിളിച്ചു പറയും. കഴിക്കുന്ന എന്റെ അടുത്ത് ചെയ്ത ദ്രോഹമൊന്നും പോരാഞ്ഞിട്ട് നീ അന്തസ്സം പഠിപ്പിക്കാനടി കോമരം. ഇയാളോട് സംസാരിച്ച ശരിയാവൂല. താ ഇനി എന്നോട് മിണ്ടണ്ട. അതാ നല്ലത്. നീ ഒരു പെണ്ണായതുകൊണ്ട് കാട്ടി ഇറക്കി വിടുന്നില്ല. അടുത്ത് എവിടെ റോഡ് കാണുന്ന അവിടെ ഇറക്കി വിടും. അതുവരെ മിണ്ടി നിന്റെ വായിക്കാത്ത പൂത്തുകരി തരും. നടക്കാളെ എന്റെ അമ്മയുടെ കാറ്റിനകത്ത് വല്ല കാര്യമുണ്ടോ? കാറ്റിനകത്തൂടെ കയറി ഓടിയിട്ട് കുറെ നാളായില്ലേ ചന്തയ്ക്ക് പോകുന്നത്. ഇതുവരെ വഴി അറിഞ്ഞൂടെ? ചുമ്മാ അല്ല നിന്നെ കാളയെന്ന് വിളിക്കുന്നത്. മൃഗങ്ങളായാലും ഇത്തിരിയൊക്കെ ബോധം വേണം. ചേട്ടാ, ഈ ശ്രീഹള്ളിയിലോട്ടുള്ള വഴി ഏതാണ്? എന്റെ വന്നേക്കൊത്തി അല്ല, മലയാളം. മലയാളം അറിയാമോ? മലയാളം നീ ഹേളത് കൊത്തത്തില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കേക്കണം. ആ കാളവണ്ടി ഞാൻ ആ കാട്ടിക്കൂടെ വഴി തെറ്റി ഇവിടെ പുരിഞ്ച ദൈവമേ രക്ഷപ്പെട്ടു. ഇനി ശ്രദ്ധിച്ച് കേക്കണം. ശ്രദ്ധിച്ച്. ആ ശ്രീഹള്ളി. ശ്രീഹള്ളി ആ ഹള്ളി. ആ ഞങ്ങക്ക് പോണം അങ്ങോട്ട്. അങ്ങോട്ട് അങ്ങള് അങ്ങള് ആ ആ ഓ അങ്ങള്. ആ അവിടെ പോണം. പോണം. ഓ പോളം പോളം. ആ അതെ, അങ്ങള് പോളം. പോളം പോളം. ഓ അങ്ങള് പോളം. അത് തന്നെ. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. അങ്ങള് പോളം. എല്ലാത്തിന്റെയും കൂടെ ലാ ചേർത്ത് കഴിഞ്ഞാൽ ഇവന്മാരുടെ ഭാഷ. ശ്രീഹള്ളി പോളം വലി 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 വളി. വഴി വഴി വഴി. ശ്രീഹള്ളി പോണ വഴി ഏത്? അതേನು ಗೊತ್ತಿಲ್ಲ. കിറുക്കന് കാണുന്ന ഏതാണ്? ഇത് തെലുങ്കും കന്നഡയൊന്നും അല്ല. ദൈവം ഉണ്ടാവുന്നതിന് മുമ്പുള്ള ഏതോ കാടൻ ഭാഷയാണ്. അതാണ്. നിന്നെന്താ ആ അത് തന്നെ. ആ അത് ശരി. വഴി കുത്തിരിക്കാൻ പോവാൻ പറ്റി.